നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയുടെ ചരിത്രവും വിശേഷങ്ങളുമൊക്കെയാണ് ഇവിടെ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദീശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദത്തിൽ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ വൈസ്രോയിയായിരുന്ന കഴ്സൺ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ്. അന്നു മുതൽ ലോകഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെട്ടു വരുന്നു. തുറമുഖം, കടൽപ്പാലം, തലങ്ങും വിലങ്ങുമുള്ള തോടുകൾ, അവയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ, റോഡുകൾ, നീണ്ട ഇടമുറിയാത്ത കടൽത്തീരം, പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി, ഇവയെല്ലാമായിരിക്കും കഴ്സൺ പ്രഭുവിന് ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസിനോട് ഉപമിക്കാൻ പ്രചോദനമേകിയത്. ആലപ്പുഴയ്ക്ക് ഒരു ശ്രേഷ്ഠമായ പൂർവ്വകാല ചരിത്രമുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ദിവാൻ രാജകേശവദാസാണ് ഇന്നത്തെ ആലപ്പുഴ പട്ടണം നിർമ്മിച്ചതെങ്കിലും സംഘകാല ചരിത്ര കൃതികളിൽ തന്നെ ആലപ്പുഴയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. നോക്കത്താ ദൂരത്ത് പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള നെൽവയലുകളാൽ സമൃദ്ധമായ കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടും കുഞ്ഞരുവികളും തോടുകളും അവയുടെ ഇടയ്ക്കുള്ള തെങ്ങിൻ തോപ്പുകളുമെല്ലാം സംഘകാലത്തിന്റെ ആദ്യ പാദം മുതൽക്ക് തന്നെ പ്രസിദ്ധമായിരുന്നു. പ്രാചീന കാലം മുതൽക്ക് തന്നെ ഗ്രീസുമായും റോമുമായും ആലപ്പുഴയ്ക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നതായി ചരിത്രത്താളുകൾ പറയുന്നു. ആംഗലേയ ഭാഷയിൽ ആലപ്പി എന്നറിയപ്പെട്ടിരുന്ന ഈ ദേശം 7/2/1990 IOP നമ്പർ 113/90/RD ഉത്തരവ് പ്രകാരം പിന്നീട് ആലപ്പുഴ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും ഭൗതികമായ പ്രത്യേകതകളുമാണ് ആലപ്പുഴ എന്ന നാമം ഈ പ്രദേശത്തിന് നേടിക്കൊടുത്തത് എന്ന് ഊഹിക്കാം. കടലിന്റെയും അതിലേക്ക് ഒഴുകി പതിക്കുന്ന പരസ്പര ബന്ധിതമായ നദികളുടെയും ഇടയിലെ ഭൂമി എന്നാണ് ആലപ്പുഴ എന്ന നാമത്തിന്റെ അർത്ഥം. 29/10/1982 GO 1026/82 RD ഉത്തരവ് പ്രകാരം പുതുതായി രൂപീകൃതമായ പത്തനംതിട്ട ജില്ല ആലപ്പുഴ, കൊല്ലം, ഇടുക്കി എന്നീ ജില്ലകളുടെ ചില ഭാഗങ്ങൾ ചേർന്ന് രൂപീകരിച്ചിട്ട് ഉള്ളതാണ്. പഴയ ആലപ്പുഴ ജില്ലയിൽ നിന്നും പുതുതായി രൂപീകരിച്ച പത്തനംതിട്ട ജില്ലയിലേക്ക് ചേർന്ന ഭാഗങ്ങൾ തിരുവല്ല താലൂക്ക് മുഴുവനായും ചെങ്ങന്നൂർ, മാവേലിക്കര താലൂക്കുകളുടെ ചില ഭാഗങ്ങളുമാണ്. ഇന്നത്തെ ആലപ്പുഴ ജില്ലയിൽ 6 താലൂക്കുകളാണുള്ളത്. ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവയാണ് ഈ താലൂക്കുകൾ. പ്രാചീന ശിലായുഗത്തിലെ ആലപ്പുഴ ജില്ലയുടെ ചരിത്രം സുവ്യക്തമല്ല. തീരദേശ താലൂക്കുകളായ ചേർത്തല, അമ്പലപ്പുഴ, കാർത്തികപ്പള്ളി പ്രദേശങ്ങൾ ഒരു കാലത്ത് ജലത്താൽ മൂടപ്പെട്ട് കിടന്ന പ്രദേശങ്ങളാണെന്ന് ഊഹിക്കുന്നു. പിന്നീട് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് എക്കലും മണ്ണും കുന്നുകൂടി ഉണ്ടായതാണ് ഈ പ്രദേശമെന്ന് കരുതുന്നു. എന്നാൽ കുട്ടനാട് സംഘകാലത്തിന്റെ തുടക്കം മുതൽ ഖ്യാതി കേട്ട പ്രദേശമാണ്. പഴയകാല ചേര രാജാക്കന്മാർ കുട്ടനാട്ടിൽ താമസിച്ചിരുന്നു. അവരെ കുട്ടുവർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ആ നാമത്തിൽ നിന്നാണ് കുട്ടനാട് എന്ന പദം ഉരുത്തിരിഞ്ഞത് എന്ന് പറയുന്നു. ക്ഷേത്രങ്ങളിലും പള്ളികളിലും കാണുന്ന ശിലാലിഖിതങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, പാറയിലുള്ള കൊത്തുപണികൾ, ചില പുരാവസ്തു അവശിഷ്ടങ്ങൾ എന്നിവയും ഉണ്ണുനീലി സന്ദേശം പോലുള്ള സാഹിത്യകൃതികളും ജില്ലയുടെ പുരാതന കാലഘട്ടത്തിലേക്ക് 1ഉം 2ഉം നൂറ്റാണ്ടുകളിലെ പ്രശസ്ത യാത്രികരായിരുന്ന പ്ലീനിയും ടോളമിയും അവരുടെ ചിരസമ്മതമായ ഗ്രന്ഥങ്ങളിൽ ആലപ്പുഴയിലെ പുറക്കാട് പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. AD 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രിസ്തുമതം ജില്ലയിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ വിശുദ്ധ സെന്റ് തോമസ് സ്ഥാപിച്ച 7 പള്ളികളിലൊന്നായ കൊക്കമംഗലം അല്ലെങ്കിൽ കൊക്കോതമംഗലം പള്ളി ജില്ലയിലെ ചേർത്തല താലൂക്കിലായിരുന്നു. AD 52-ൽ മുസാരിസ് തുറമുഖത്തെ മാലിയക്കരയിലാണ് സെന്റ് തോമസ് ആദ്യമായി എത്തിച്ചേർന്നതെന്ന് പൊതുവെ വിശ്വസിക്കുന്നു. ഇന്ന് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന ആ തുറമുഖം ക്രാങ്ങന്നൂർ എന്നും അറിയപ്പെട്ടിരുന്നു. തെക്കേ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. AD 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ 2ാം ചേര സാമ്രാജ്യത്തിന്റെ കീഴിൽ ജില്ലാ മതപരവും സാംസ്കാരികവുമായി അത്ഭുതപൂർവമായ വളർച്ച പ്രാപിക്കുകയുണ്ടായി. ചെങ്ങന്നൂർ ഗ്രാമത്തിലെ പണ്ഡിതനായ ശക്തിഭദ്രൻ രചിച്ച ആചാര്യ ചൂടാമണി എന്ന പ്രശസ്ത സംസ്കൃത നാടകം ഈ കാലഘട്ടത്തിന്റെ സംഭാവനയാണ്. 16-ാം നൂറ്റാണ്ടിൽ കായംകുളം, അമ്പലപ്പുഴ അഥവാ ചെമ്പകശ്ശേരി എന്ന് വിളിക്കപ്പെടുന്ന പുറക്കാട്, പുത്തേടത്ത്, ഇല്ലേടത്ത് എന്നീ 2 ചെറുപ്രദേശങ്ങൾ ചേർന്ന കരപ്പുറം എന്നീ ചെറു രാജ്യങ്ങൾ ഏറെ ശക്തി പ്രാപിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പോർച്ചുഗീസുകാർ ജില്ലയിലെത്തിയതും രാഷ്ട്രീയ രംഗത്ത് ഔന്നത്യം പ്രാപിച്ചതും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമതം ജനപ്രീതി ആർജിക്കുകയും
പ്രശസ്തമായ പുറക്കാട് അർത്തുങ്കൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തത് 16-ാം നൂറ്റാണ്ടിലാണ്. പുരാടം തിരുനാൾ ദേവനാരായണന്റെ ഭരണത്തിന് കീഴിൽ ചെമ്പകശ്ശേരി രാജ്യം അതിന്റെ ഉന്നതിയിൽ എത്തിയത് ഈ നൂറ്റാണ്ടിലാണ്. പ്രശസ്ത പണ്ഡിതനും കവിയുമായ അദ്ദേഹമാണ് ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗത്തിന്റെ വ്യാഖ്യാനമായ വേദാന്ത രത്നമാല എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. 16-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്, ശ്രീ നീലകണ്ഠ ദീക്ഷിതർ, ശ്രീ കുമാരൻ നമ്പൂതിരി തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ പണ്ഡിതർ പൂരാടം തിരുനാളിന്റെ രാജസദസ് അലങ്കരിച്ചിരുന്നതായി വിശ്വസിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ ശക്തി ക്ഷയിക്കുകയും ജില്ലയിലെ ചെറു രാജ്യങ്ങളിൽ ഡച്ചുകാരുടെ സ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. അതിന്റെ ഫലമായി ഡച്ചുകാരും പുറക്കാട്, കായംകുളം, കരപ്പുറം എന്നിവിടങ്ങളിലെ രാജാക്കന്മാരുമായി നിരവധി സന്ധി വ്യവസ്ഥകളിൽ ഒപ്പുവെക്കുകയും ചെയ്തു. സുഗന്ധദ്രവ്യങ്ങളായ ഇഞ്ചി, കുരുമുളക് മുതലായവ സൂക്ഷിക്കുന്നതിനായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാക്ടറികളും പണ്ടകശാലകളും ഡച്ചുകാർ സ്ഥാപിച്ചു. ക്രമേണ ജില്ലയുടെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ഈ സമയത്ത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കായംകുളം, അമ്പലപ്പുഴ, തെക്കങ്കൂർ, വടക്കങ്കൂർ, കരപ്പുറം എന്നീ രാജ്യങ്ങൾ തിരുവിതാംകൂറിനോട് സംയോജിച്ചപ്പോൾ ഡച്ചുകാർ ജില്ലയുടെ രാഷ്ട്രീയ രംഗത്തു നിന്നും പിന്മാറി. ജില്ലയുടെ ആഭ്യന്തര പുരോഗതിക്ക് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പങ്ക് സ്തുത്യർഹമാണ്. ഭരണപരമായും വാണിജ്യപരമായും ജില്ലയെ വികസിപ്പിക്കുന്നതിന് അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകി. ഇന്ന് സംസ്ഥാന പുരാവസ്തു വകുപ്പ് സ്മാരകമായി സംരക്ഷിക്കുന്ന കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് 17-ാം നൂറ്റാണ്ടിലാണ്. ആ കാലഘട്ടത്തിലാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും പ്രശസ്ത കവിയുമായിരുന്ന കുഞ്ചൻ നമ്പ്യാർ തിരുവിതാംകൂർ രാജസദസ്സിലേക്ക് അവരോധിതനാകുന്നതും. ധർമ്മരാജയുടെ ഭരണകാലത്താണ് ജില്ലയ്ക്ക് എല്ലാവിധത്തിലുള്ള പുരോഗതി കൈവരുന്നത്. ആലപ്പുഴയുടെ ശില്പി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാൻ രാജ കേശവദാസ് ആലപ്പുഴയെ തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖ നഗരമാക്കി മാറ്റി. പണ്ടകശാലകളും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾക്കായി ധാരാളം റോഡുകളും തോടുകളും നിർമ്മിച്ചു. ദൂരെ നിന്നും അടുത്തു നിന്നുമുള്ള വ്യാപാരികൾക്കും കച്ചവടക്കാർക്കും എല്ലാവിധ സൗകര്യങ്ങളും അദ്ദേഹം നൽകി. ബാലരാമവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്തും വേലുത്തമ്പി ദളവ ആലപ്പുഴ പട്ടണത്തിന്റെയും തുറമുഖത്തിന്റെയും വികസനത്തിനു വേണ്ടി പ്രത്യേകം താല്പര്യമെടുത്തിരുന്നു. പാതിരാമണൽ ദ്വീപിന്റെ മുഴുവൻ കേരവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വലിയ ഭൂപ്രദേശം നെൽകൃഷി ചെയ്യുകയും ചെയ്തു. ആലപ്പുഴയുടെ വികസനത്തിന് വേലുത്തമ്പി ദളവയുടെ പങ്ക് നിസ്തുലമാണ്. 19-ാം നൂറ്റാണ്ടോടെ എല്ലാ മേഖലയിലും ആലപ്പുഴ ജില്ല പുരോഗതി കൈവരിച്ചു. കോടതികളുടെ പുനഃസംഘടനയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ 5 സബ് കോടതികളിൽ ഒന്ന് കേണൽ മാൻഡ്രോ മാവേലിക്കരയിൽ ആരംഭിച്ചു. പഴയ തിരുവിതാംകൂർ രാജ്യത്തെ ആദ്യ പോസ്റ്റ് ഓഫീസ്, ആദ്യ ടെലഗ്രാം ഓഫീസ് എന്നിവ ആലപ്പുഴയുടെ നേട്ടങ്ങളിൽ പെടുന്നു. കയറ്റുപായും കയർത്തടുക്കും നിർമ്മിക്കുന്ന ആധുനിക ഫാക്ടറി ആദ്യമായി സ്ഥാപിച്ചത് 1859-ലാണ്. 1894-ൽ നഗരവികസന കമ്മിറ്റിയും നിലവിൽ വന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആലപ്പുഴയ്ക്ക് ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ പോലുള്ള അനാചാരങ്ങൾക്കെതിരെ ധീരനായ പത്രപ്രവർത്തകൻ ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ കൂട്ടായ പ്രവർത്തനം സംഘടിപ്പിക്കുകയും 1925-ൽ ക്ഷേത്രങ്ങളിലേക്കുള്ള എല്ലാ റോഡുകളും, പ്രത്യേകിച്ച് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള റോഡുകൾ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാർക്കുമായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഭരണഘടനാപരമായ അടിച്ചമർത്തലിനെതിരെ 1932-ൽ ആരംഭിച്ച നിവർത്തന പ്രക്ഷോഭം പോലുള്ള സമരരീതിക്ക് ജില്ല സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ സമരം ഉണ്ടായതും 1938-ൽ ആലപ്പുഴയിലാണ്. 1946-ൽ ജില്ലയിലെ പുന്നപ്പറയിലും വയലാറിലുമുണ്ടായ ഐതിഹാസികപരമായ സമരങ്ങൾ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്കെതിരായ ജനങ്ങളുടെ മനോഭാവത്തെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. ആ സമരങ്ങൾ അത്യന്തികമായി സർ CP എന്ന ഭരണാധികാരിയെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ രംഗത്തു നിന്നും എന്നേക്കുമായി നിഷ്കാസിതനാക്കുന്നതിന് വഴിതെളിച്ചു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 1948 മാർച്ച് 24-ന് ജനകീയ മന്ത്രിസഭ രൂപീകരിക്കപ്പെടുകയും 1949 ജൂലൈ 1-ന് തിരുവിതാംകൂർ. എന്നാൽ 1956-ൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മിറ്റി നിലവിൽ വരുന്നതുവരെ പഴയ സംസ്ഥാനങ്ങൾ തുടരുകയും ചെയ്തു. ജില്ല ഒരു പ്രത്യേക ഭരണപരമായ യൂണിറ്റിയായി നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17-നാണ്.